ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തോളാം. ഞാൻ ചോദിക്കുമ്പോ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ അവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങൾ മ്യൂട്ട് ചെയ്തോട്ടെ. മിസ് ഇവിടെ നിന്ന് എല്ലാരെയും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാൻ എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, 5 into 4 എത്രയാ ക്രിസ്റ്റി? 5 into 4 20. നോട്ട്ബുക്ക് എല്ലാരും അടച്ചു വെച്ചോ? എഴുതിയത് എല്ലാരും അടച്ചു വെച്ചോ? ടേബിൾ എഴുതിയത് അടച്ചു വെച്ചോ? ആരും നോക്കണ്ട. ഓക്കെ, 5 into 4 20. 6 into 5 ഷെഫി. 6 into 5 5ന്റെ ഈസി ആണല്ലോ, പിന്നെന്താ? ഗുഡ് ആഫ്റ്റർനൂൺ. 6 into 5 30. Okay, very good. Next, 7 into 6 Ashin. 7 into 6 42. 42. Okay, very good. 8 into 4 Suryadev. 32. Very good. 7 into 8 Shambil. 7 into 8 56. Okay, very good. 9 into 5 Devanjana. 9 into 5 9 into 5 കിട്ടില്ലേ? Eight into 9 Ebin. 8 into 9 8 into 9 എത്രയാ എബിൻ?
അവിടുന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു എത്രയാണ് 8 into 9 72. ഓക്കെ. ദെൻ ഇനി ആരോടൊക്കെ ചോദിക്കാനല്ലേ? ഓക്കെ. ആദിദേവ് 7 into 6. 7 into 6. 42. 42. Okay, very good. 42. Okay. Then Sarah 4 into 9. 36. Very good. Next, Nihal 9 into 7. 9 into 7. 63. Very good. Next, Alna 6 into 4. 'Okay, Alneki connection problem ഉണ്ട്. Kripa 6 into 4 എത്രയാ? 24. Okay, very good. Next, Andros 5 into 8. 40. Okay, very good. Next, Abdul Basit. അവിടുന്ന് അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ. അബ്ദുൾ ബാസിത്തിന് ഇപ്പൊ എത്രയാ? 5 into 9. എത്രയാ 5 into 9? 5 into 9. അവിടുന്ന് അൺമ്യൂട്ട് ചെയ്യുമോനെ, മിസ്സിന് കേൾക്കുന്നില്ല. 45. Okay, very good. Next, Aaron എന്താ വീഡിയോ ഓൺ ചെയ്യാത്തെ? ഓക്കെ, ആരോണിനും കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലേ? ടേബിൾ എല്ലാരും പഠിച്ചിട്ടില്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക് ഏതാന്ന് നോക്കാം. ഏതാ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്? പേജ് നമ്പർ 92 എടുത്ത് എല്ലാരും. പേജ് നമ്പർ 92. അതില് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ കണ്ടോ? ഹെഡിങ് കണ്ടോ? നിങ്ങൾ അഡീഷനിലും സബ്ട്രാക്ഷനിലും പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ലേ? അഡീഷനിലും പഠിച്ചിട്ടുണ്ട്, സബ്ട്രാക്ഷനിലും പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെയും പ്രോപ്പർട്ടീസ് 2-3 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. എന്താ അല്ല ടേബിൾ ചോദിച്ചില്ലായിരുന്നോ? അത് മോക്ക് കണക്ഷൻ പോയതുകൊണ്ടല്ലേ. ഒരു എത്ര ഇപ്പൊ ചോദിക്കണ്ടേ? 9 into 6 എത്രയാ? 9 into 6
54. 9 into 6, 54. Okay. അപ്പോ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷന്റെ ഏതൊക്കെ പ്രോപ്പർട്ടീസാ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, the product of two given numbers remains the same even when their order is changed. മനസ്സിലായോ വല്ലതും? എന്താ ദേവാഞ്ജന? എയും ബിയും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടാകുമ്പോ അത് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? The product of two given numbers remains the same even when their order is changed. എന്താ പറയുന്നേ? നമ്മൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്റ്റില് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ആ രണ്ടിന്റെയും ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അതിന്റെ പ്രൊഡക്റ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇതേ പ്രോപ്പർട്ടി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ അഡീഷന്റെ സമയത്ത്, അല്ലേ? രണ്ട് നമ്പേഴ്സ് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം, അതിന്റെ സമ്മില് ഡിഫറൻസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനിലും വരുന്നത്. രണ്ട് നമ്പേഴ്സ് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 5 into 4 എന്ന് പറഞ്ഞാലും 4 into 5 എന്ന് പറഞ്ഞാലും പ്രൊഡക്റ്റ് 20 ആണ്, അല്ലേ? 5 into 4 is equal to 20. അതേപോലെ 4 into 5 എന്ന് പറഞ്ഞാലും 20 തന്നെയല്ലേ? ആണ്. There is no doubt. 5 into 6 എന്ന് പറയുന്നത് 30. 6 into 5 എന്ന് പറഞ്ഞാലും 30 തന്നെയാണല്ലോ. ആണല്ലോ. 9 into 2 is equal to 18. അതേപോലെ 2 into 9 എന്ന് പറഞ്ഞാലും 18 തന്നെയല്ലേ? That means the product of two numbers will remain same even when their order is changed. ആ സെന്റൻസ് നിങ്ങൾ കണ്ടോ ടെക്സ്റ്റിനകത്ത്? പേജ് നമ്പർ 32. Properties of multiplication ഉള്ളതില് the product of two given numbers remains the same even when the order is changed എന്നുള്ള ആ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. That is the first property of multiplication. ആ പ്രോപ്പർട്ടി എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ചെയ്തോ? എന്നിട്ട് അതിന്റെ ആദ്യം ഫസ്റ്റ് എഴുതി വെച്ചോ, ഒന്നും ഇട്ട് വെച്ചോ. ഒന്നാമത്തെ പ്രോപ്പർട്ടി അത്. Okay, the first property is the product of two given numbers remains the same even when the order is changed. രണ്ട് നമ്പേഴ്സ് ഏത് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. എന്റെ ആൻസർ സെയിം ആയിരിക്കും. Then second one, we can multiply three numbers grouping them in any order. The product in all the cases will remain the same. ഇതും നിങ്ങൾ അഡിഷന്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? We can add three numbers by grouping them in any order. The sum will remain the same. The sum in all the cases will remain the same. അഡീഷന്റെ പ്രോപ്പർട്ടിയിൽ സെക്കൻഡ് വൺ ഇത് തന്നെയാണ് പഠിച്ചത്. മൂന്ന് നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം, അതിന്റെ സം സെയിം ആയിരിക്കും. അതേപോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ് മൾട്ടിപ്ലിക്കേഷനിലും വരുന്നത്. നമുക്ക് മൂന്ന് നമ്പേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. The product will remain same. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. That is the second property. Underline that sentence. We can multiply three numbers grouping them in any order. The product in all the cases will remain the same.
ആ സെന്റൻസ് ആ പ്രോപ്പർട്ടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതിന് നേരെ സെക്കൻഡ് പ്രോപ്പർട്ടി 2 എന്നിട്ട് വെച്ചോ നമ്പർ. ഇട്ടോ? അണ്ടർലൈൻ ചെയ്തോ? Okay. Then next, third property, the product of any given number and 1 is the number itself. നമുക്കറിയാം ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്, അല്ലേ? ആണോ? ആണ്. ഏത് നമ്പറിനെയും എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും പ്രൊഡക്റ്റ്. That is the third property of multiplication. The product of any given number and 1 is the number itself. ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ പ്രോഡക്റ്റ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. തേർഡ് പ്രോപ്പർട്ടി, the product of any given number and 1 is the number itself. Underline ചെയ്തോ? Okay. Then fourth property, the product of any given number and 0 is 0. നമ്മൾ ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. ഏത് ചെറിയ നമ്പർ ആയിക്കോട്ടെ വലിയ നമ്പർ ആയിക്കോട്ടെ, നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെ ആയിരിക്കും. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നാലാമത്തെ പ്രോപ്പർട്ടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. The product of any given number and 0 is 0. Okay. അപ്പോ ആ 4 പ്രോപ്പർട്ടി ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന് 2 പാർട്ട് ഉണ്ട്. അത് കുറച്ചധികം പറഞ്ഞു തരാനുള്ളതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കേട്ടോ? ലാസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ 4 പ്രോപ്പർട്ടി പറഞ്ഞത് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വൺ, the product of 2 given numbers remain the same even when their order is changed. Second one, we can multiply 3 numbers grouping them in any order. The product in all the cases will remain the same. Next, third one, the product of any given number and 1 is the number itself. Fourth one, the product of any given number and 0 is 0. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് 2 നമ്പേഴ്സിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. സെക്കൻഡ് പ്രോപ്പർട്ടി, 3 നമ്പേഴ്സിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണെങ്കിലും അതിന്റെ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. ദെൻ തേർഡ് വൺ, ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് ആ നമ്പർ തന്നെ ആയിരിക്കും. Then fourth property, the product of any given number and 0 is 0. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിരിക്കും ആൻസർ. അപ്പൊ ഈ 4 പ്രോപ്പർട്ടി പഠിക്കാം. 5ാമത്തെ പ്രോപ്പർട്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ചധികം പറയാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസ് 3.1 ഒന്ന് ചെയ്ത് നോക്കിയാലോ? എക്സസൈസ് 3.1. First one, fill in the blanks.
First one, fill in the blanks. Another, first question, 65 plus 65 plus 65 plus 65 is equal to dash into 65. A dash in eduthu etraya varande? A dash in eduthu etraya varande? നിങ്ങൾക്ക് ഫിംഗേഴ്സ് വെച്ച് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അതിന്റെ ആൻസർ ഒന്ന് കാണിച്ചു തന്നെ. +65 plus 65 plus 65 plus 65. That is equal to dash into 65. എത്രയാ? എത്ര തവണ അവിടെ 65 ആഡ് ചെയ്യുന്നുണ്ട്? എത്ര തവണ ആഡ് ചെയ്യുന്നുണ്ട്? യെസ്, 4 ടൈംസ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ? 4 ടൈംസ് നമ്മൾ 65 ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 4 into 65 എന്ന് പറയുന്നത്. ആണല്ലോ? 4 ടൈംസ് 65 ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 4 into 65. അപ്പൊ ആ ഗ്യാപ്പിൽ അവിടെ എന്താ എഴുതണ്ടേ? 4. Then second one, 157 plus 157 is equal to dash into 157. എത്രയാ? 2. Okay, very good. 2 അവിടെ എഴുതിക്കോ. 2 into 157. Next, 243 into 243 plus 243 plus 243. That is equal to 3 into 340, 243. 243 അല്ലേ നമ്മൾ 3 ടൈംസ് ആഡ് ചെയ്യുന്നേ? അപ്പൊ എന്താ എഴുതണ്ടേ? 3 into 243. Next, fourth one, 7 plus 7 plus 7 plus 7 plus 7 plus 7. That is equal to 6 into 7. 7 അല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നേ? 6 ടൈംസ് ആഡ് ചെയ്യുന്നത് 7 അല്ലേ? അപ്പൊ 6 into 7. Next, 17 plus 17 plus 17 plus 17 plus 17. That is equal to dash into 17. എത്ര തവണ അവിടെ 17 ആഡ് ചെയ്യുന്നുണ്ട്? 5 times. Okay, very good. 5 into 17. Next, last one, 88 plus 88 plus 88 plus 88. എത്ര തവണ ആഡ് ചെയ്യുന്നുണ്ട്? 4 times. Very good. 4 into 88. അടുത്ത B question, find the product. 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും ഒക്കെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഒന്ന് ആൻസർ എഴുതിയേ. 83 into 10. 83 into 10 ആൻസർ ഒന്ന് എഴുതിയേ. പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ. 83 into 10. എഴുതിയോ? 83 into 10. Yes, 830. 830. ആണോ? Okay, then second one, 145 into 100. അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. 145 into 100. ഒന്ന് എഴുതിയ ഇവിടെ. എഴുതിയോ? 14,500. 14500. എന്താ അബ്ദുൽ ബാസിദ്? കേക്കുന്നില്ല മോനെ. മഴയായോണ്ട് കേൾക്കുന്നില്ല.
കേൾക്കുന്നില്ലേ? ഇവിടെ നല്ല മഴയുണ്ട്. അടുത്തിരുന്നോ എന്നാ കേക്കും. Okay, 145 into 100 is equal to 14,500. Next, third one, 78 into 400. എങ്ങനെ ചെയ്യും 78 into 400? 78നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക. കണ്ടുപിടിച്ച് 78നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ കിട്ടുക? ഒന്ന് ചെയ്ത് നോക്കിയേ. ടെക്സ്റ്റിന്റെ സൈഡിൽ തന്നെ എഴുതി ചെയ്തോ. 78 into 4. കണ്ടുപിടിച്ചോ? 78 into 4. Okay, then the answer is 31,200. 31,200. Next, 64 into 100. 64 into 100. സിമ്പിൾ ആണ്. 64ന്റെ അടുത്ത് 2 0 ഇട്ട് കൊടുത്താൽ മതി. 6400 അല്ലേ? 6400. Next, fifth one, 15 into 1000. 15 into 1000. That is equal to 15,000. 15000. 15ന്റെ കൂടെ 3 0 ഇട്ട് കൊടുത്താൽ മതി. Then last one, 93 into 3000. ഒന്ന് കണ്ടുപിടിച്ചേ. 93 into 3000 എങ്ങനെ ചെയ്യും? 93നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 93നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 3 0 ഇട്ട് കൊടുക്കാം. ഒന്ന് ചെയ്ത് നോക്കിയേ. 93 into 3. കിട്ടിയോ ആൻസർ? 93 into 3. യെസ്, ആദിദേവിന് കിട്ടി, ഷെഫിക്ക് കിട്ടി, കൃപ, അൽന, നിഹാൽ, ഫാത്തിമ, എബിൻ, സൂര്യദേവ്, ദേവാഞ്ജന. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും ഏകദേശം കിട്ടിയിട്ടുണ്ട്. ആൻസർ 2,79,000 അല്ലേ? 2,79,000. ഓക്കെ, അപ്പൊ ആ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. 4 പ്രോപ്പർട്ടീസും പഠിച്ചു. ഇനി നമുക്ക് 5ാമത്തെ പ്രോപ്പർട്ടി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ക്ലാസ് കട്ടാവാനായി. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് ശരിക്കും പഠിച്ചു വെക്ക കേട്ടോ. എന്താ ദേവാഞ്ജന? ആൻസർ ഒന്നും കൂടെ 2,79,000. 2,79,000. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഹോംവർക്ക് വേണ്ടല്ലോ? വേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കുറെ അങ്ങ് എത്തുമ്പോ കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ടാവും.
അപ്പൊ ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.